സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരെ സംസ്കരിക്കുന്നതിനായിട്ട് ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലം ടെഹ്റാനിലെ ബെഹ്ഷത് സഹ്റ സെമിത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇറാൻ സർക്കാരുമായിട്ട് ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയെ മാത്രമല്ല മറ്റു ലോക രാജ്യങ്ങളെയും അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ഇറാന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളും സന്നാഹങ്ങളും തുടരുന്നത്. ഇറാൻ സുഹൃത്ത് രാജ്യമായാൽ അമേരിക്കയുടെ സംരക്ഷണം പിന്നെ എന്തിനാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് എന്നത് ട്രംപിന് നന്നായിട്ടറിയാം. ഒരു യുദ്ധമാകുമ്പോൾ ഒരിക്കലും വിജയം ഏകപക്ഷീയമായിരിക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞാലും സൈനികരെ അയച്ച് കീഴ്പ്പെടുത്താൻ എന്തായാലും ഒരിക്കലും കഴിയില്ല. അതിന് കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കവചം തന്നെയാണ്. ഈ മലകൾ സംരക്ഷണം തീർക്കുന്ന ഇറാനില് അമേരിക്കൻ സൈനികർ ഇറങ്ങിയാല് വിയറ്റ്നാമിൽ സംഭവിച്ചതിന്റെ പുതിയൊരു രൂപമാണ് അവർക്ക് എന്തായാലും കാണേണ്ടി വരിക. പശ്ചിമേഷ്യ ഇപ്പോ വലിയൊരു യുദ്ധഭീതിയിലാണല്ലോ ഉള്ളത്. അഭിമാനം പണയം വെച്ചുള്ള ഒരു ചർച്ചയ്ക്കും അമേരിക്കയുമായി തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നതും. ശരിക്കും എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി? അമേരിക്ക നൽകിയ അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിശ്ചയദാർഢ്യം പ്രകടമാക്കുന്നത് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്ന് ലോക വൻശക്തിയെ വെല്ലുവിളിക്കാനുള്ള ആ ഒരു തന്റേടത്തിന് എന്തായാലും ഒരു സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല. ഈ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരെ സംസ്കരിക്കുന്നതിനായിട്ട് ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലം ടെഹ്റാനിലെ ബെഹ്ഷത് സഹ്റ സെമിത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇറാൻ സർക്കാരുമായിട്ട് ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയെ മാത്രമല്ല മറ്റു ലോക രാജ്യങ്ങളെയും അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഏത് രാജ്യത്ത് തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കുന്നത് ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികളിലും കൂടാതെ അമേരിക്കൻ എംബസികളെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. ജനുവരി 31 വന്ന ഏറ്റവും പുതിയ വാർത്തകളും ഇത് തന്നെയാണ്. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി ലാരിജാനിയാണ് സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെയും അറിയിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് തങ്ങളുടെ മണ്ണ് ഇറാനെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഈ രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഈ സുന്നി ഷിയ ഭിന്നത മുതലെടുത്ത് ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. എന്നാൽ ആ പണി ഇത്തവണ ഏറ്റില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഗൾഫ് രാജ്യങ്ങളെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയും പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരിക്കും? ഈ അറബ് രാജ്യങ്ങളിൽ ചിലതുമായിട്ട് ഇറാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ടെങ്കിലും ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നത് പലപ്പോഴും അമേരിക്ക മറന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ജൂതരാജ്യമായിട്ടുള്ള ഇസ്രായേലിന് വേണ്ടി അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ടാണ് ഈ യുദ്ധക്കപ്പലും മറ്റ് സന്നാഹങ്ങളുമായിട്ട് ഇപ്പോൾ അമേരിക്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൃത്യമായി തന്നെ ലോകത്തെ ഇസ്ലാമിക വിശ്വാസികൾക്കറിയാം. ഈ ഇറാനിലെ പ്രക്ഷോഭകരെ ഭരണകൂടം കൂട്ടക്കൊല ചെയ്യുന്നതിനാലാണ് തങ്ങൾ ഇടപെടുന്നത് എന്ന് പറയുന്ന അമേരിക്ക 1,00,000-ലധികം പലസ്തീനുകളെ ഗാസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോൾ എന്ത് ഇടപെടലാണ് നടത്തിയത് എന്നതും നാം കണ്ടിട്ടുള്ളതാണ്. ഈ ലോക ചരിത്രത്തിലെ ഭയാനകമായ കൂട്ടക്കുരുതി ഗാസയിൽ നടക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുക മാത്രമല്ല ഇസ്രായേലിനെ പിന്തുണക്കുക കൂടിയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ കൈവശമുള്ള ആയുധങ്ങളിൽ നല്ലൊരു പങ്കും അമേരിക്ക നൽകിയതാണ് എന്നതും നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അതായത് ഇസ്രായേൽ എവിടെ ആക്രമണം നടത്തിയാലും അതിനെ ന്യായീകരിക്കുക മാത്രമല്ല സംരക്ഷിക്കേണ്ടതും തങ്ങളുടെ ഉത്തരവാദിത്തമായാണ് അമേരിക്കൻ ഭരണകൂടം കാണുന്നത്. ഈ ഗാസയിൽ മൗനം പാലിച്ചവർക്ക് ഇറാനിൽ ഇടപെടാൻ എന്തവകാശാണുള്ളത്? ഇസ്രായേൽ ചെയ്തതുപോലെ ഇറാൻ ഭരണകൂടം ഒരിക്കലും പരിധി വിട്ട ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമായി നടന്ന കലാപത്തിന് നേരെയാണ് അവർ പ്രതികരിച്ചത്. ഇപ്പൊ ഏത് രാജ്യത്ത് കലാപശ്രമം ഉണ്ടായാലും ആ രാജ്യത്തെ ഭരണകൂടം എന്താണോ ചെയ്യുക അത് തന്നെയാണ് ഇവിടെ ഇറാനും ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് UN മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യ പോലും ഇറാനെ പിന്തുണച്ചത്. അങ്ങനെയാണെങ്കിലേ ഈ ഇസ്രായേലിന്റെ തിരക്കഥയിൽ പിറന്ന അജണ്ടയായിട്ട് മാത്രം അമേരിക്കയുടെ ഈ ഒരു ആക്രമണ നീക്കത്തെ നമുക്ക് കാണാൻ പറ്റുമോ? അതിനപ്പുറവും അമേരിക്കയ്ക്ക് ചില അജണ്ടകളും ഇല്ലേ എന്നതും ഒരു ചോദ്യമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ലോകത്ത് അവരുടെ മേധാവിത്വം ഉറപ്പിക്കുക എന്നത് തന്നെയാണ്. ഈ സ്വന്തം ആയുധ വിപണി എപ്പോഴൊക്കെ താഴെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അമേരിക്ക ലോകത്ത് സംഘർഷം വിതച്ചിട്ടുമുണ്ട്. ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായി സംഘർഷം നിലനിൽക്കേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ്. എന്നാൽ അടുത്ത കാലത്തായി ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വളരെ ഊഷ്മളമായിട്ടുള്ളൊരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചൊരു ഘടകം കൂടിയാണ്. ഈ ഇറാന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളും സന്നാഹങ്ങളും തുടരുന്നത്. ഇറാൻ സുഹൃത്ത് രാജ്യമായ
ഉണ്ടായാൽ അമേരിക്കയുടെ സംരക്ഷണം പിന്നെ എന്തിനാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് എന്നത് ട്രംപിന് നന്നായിട്ടറിയാം. ആ ഒരു ഘട്ടത്തിൽ എത്തും മുമ്പ് തന്നെ ഇറാനെ ആക്രമിച്ച് തകർക്കുക എന്നതാണ് അമേരിക്കയുടെ മറ്റൊരു അജണ്ട. ഈ ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന് ഇറാൻ ഒരിക്കലും ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ കീഴിൽ ആണവശക്തി ആകരുത് എന്നതും അമേരിക്കയുടെ പ്രഖ്യാപിത ഒരു അജണ്ടയാണ്. അതിനുവേണ്ടി തന്നെയാണ് അവർ 6 മാസം മുമ്പ് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടിരുന്നത്. എന്നാൽ ആ നീക്കം പാളുകയാണ് ഉണ്ടായത്. ഈ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അമേരിക്കക്ക് കഴിയാത്തതിനാൽ ഇത്തവണത്തെ ആക്രമണ ലക്ഷ്യത്തിൽ അതും ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊടുത്തു മാത്രം ശീലമുള്ള അമേരിക്കക്ക് തിരിച്ചു കിട്ടിയ ശീലം വളരെ കുറവായതാണ് ഈ ഒരു അഹങ്കാരത്തിനെല്ലാം മൂല കാരണം. അതുകൊണ്ട് തന്നെ ഇറാനോട് എതിർപ്പുള്ള രാജ്യങ്ങൾ പോലും അമേരിക്കക്ക് ഒരു തിരിച്ചടി ഇറാൻ നൽകണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ ഇറാന് അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിനോട് എത്ര നാളിങ്ങനെ ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ ഇറാൻ അമേരിക്ക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇസ്രായേലും സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗവും. ചിലപ്പോൾ ചില നാറ്റോ രാജ്യങ്ങളും അമേരിക്കക്കൊപ്പം കളത്തിലിറങ്ങിയേക്കാം. ഈ സാധ്യത എല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ഇറാനും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ വിജയപരാജയങ്ങളെക്കാൾ അമേരിക്കയും ഇസ്രായേലിനും വലിയ പരിക്കേൽപ്പിക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ ഒരു പ്രധാന ടാർഗറ്റ്. ഒരിക്കലും ഇസ്രായേലിന് ഇറാനോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ പറ്റുകയില്ല. 6 മാസം മുമ്പ് നടന്ന ഏറ്റുമുട്ടൽ തന്നെ അതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ആദ്യ തിരിച്ചടി ഇസ്രായേലിനായിരിക്കും ഇറാൻ നൽകുക. ഈ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങളും വിമാനവാഹിനി കപ്പലുകളും എല്ലാം ആക്രമിക്കപ്പെടുമെന്നതും എന്തായാലും ഉറപ്പാണ്. യുദ്ധമുഖത്ത് ഡ്രോണുകൾ പോലും ഹീറോയാകുന്ന ഈ ഒരു പുതിയ കാലത്ത് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായിട്ടുള്ള ഇറാന്റെ ആവനാഴിയിലും പലതും കാണുമെന്നതും ഉറപ്പാണ്. ഈ ഒരേ സമയം ഇറാൻ സൈന്യവും ഹൂതികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും എല്ലാം കൂടി ആക്രമിച്ചാൽ എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ മേഖലയിലെ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിയണമെന്നുമില്ല. അപ്പോൾ ഇറാനെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ അഭിരാം ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഒരു യുദ്ധമാകുമ്പോൾ ഒരിക്കലും വിജയം ഏകപക്ഷീയമായിരിക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ആ രാജ്യത്തെ ബോംബിട്ട് തകർക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞാലും സൈനികരെ അയച്ച് കീഴ്പ്പെടുത്താൻ എന്തായാലും ഒരിക്കലും കഴിയില്ല. അതിന് കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കവചം തന്നെയാണ്. ഈ മലകൾ സംരക്ഷണം തീർക്കുന്ന ഇറാനിൽ അമേരിക്കൻ സൈനികർ ഇറങ്ങിയാൽ വിയറ്റ്നാമിൽ സംഭവിച്ചതിന്റെ പുതിയൊരു രൂപമാണ് അവർക്ക് എന്തായാലും കാണേണ്ടി വരിക. ഈ പേർഷ്യൻ പോരാളികളായിട്ട് അറിയപ്പെടുന്ന ഇറാൻ സൈന്യത്തോടും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തോടും പിടിച്ചു നിൽക്കാൻ ഈ മാസശമ്പളത്തിന് സേവനമനുഷ്ഠിക്കുന്ന അമേരിക്കൻ സൈനികരുടെ വീര്യം എന്തായാലും പോരാതെ വരും. ഇതൊക്കെ വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അമേരിക്കൻ സൈനിക നേതൃത്വം തന്നെ സ്വന്തം പ്രസിഡന്റായിട്ടുള്ള ട്രംപിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാലുള്ള ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും ഇവർക്കാണല്ലോ. ഈ ആണവ കേന്ദ്രങ്ങളിൽ കമാൻഡോ റെയ്ഡുകൾ, അതുപോലെ തന്നെ ഭരണമാറ്റം സാധ്യമാക്കുന്നതിനായിട്ട് നേതൃത്വത്തിനെതിരെയുള്ള ആക്രമണം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സേനയ്ക്കെതിരായിട്ടുള്ള പുതിയ ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ സൈനിക ഓപ്ഷനുകളാണ് ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് പരിഗണിക്കുന്നത് എന്നതാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏത് മാർഗം ട്രംപ് തെരഞ്ഞെടുത്താലും അത് വലിയ സംഘർഷത്തിനാണ് എന്തായാലും തിരികൊളുത്തുക. ഒരു 3ാം ലോക മഹായുദ്ധമായിട്ട് ഈ ഒരു സംഘർഷം മാറിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം വെനസ്വേലയല്ല ഇറാന്, അതുപോലെ തന്നെ നിക്കോളാസ് മഡൂറയല്ല ആയത്തുള്ള അലി ഖമേനി എന്നതും നമ്മൾ എല്ലാവരും ഓർക്കണം. ഈ യുദ്ധം സംഭവിച്ചാൽ ഇറാന് മാത്രമല്ല അമേരിക്കക്കും ഇസ്രായേലിനും വൻ നാശനഷ്ടമാണ് ഉണ്ടാകാൻ പോവുക. ഈ ലോകത്ത് അമേരിക്കൻ മേധാവിത്വത്തിന് ഏൽക്കുന്ന ആദ്യ അടിയും ഇറാനിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.